രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് കോൺഗ്രസിനിടയിലും മുസ്ലിം ലീഗിനിടയിലും ഒരു വലിയ വിഷയം തന്നെയാണ്. ഇപ്പോഴിതാ ജനുവരി 22-ന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന വിമർശനവുമായി INL രംഗത്തു വന്നിരിക്കുകയാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണോദ്ഘാടനമായാണ് ഹിന്ദുത്വ ശക്തികൾ ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നും ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ടും ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന അഴകൊഴമ്പൻ നിലപാടിനെ കുറിച്ച് മുസ്ലിം ലീഗ് മൗനം പാലിക്കുന്നത് ആത്മവഞ്ചനയാണെന്നുമാണ് INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അഭിപ്രായപ്പെട്ടത്. ഭരണഘടനാ ധാർമ്മികതയും മതനിരപേക്ഷ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ വിഷയത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മതേതര ശക്തികൾ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണമെന്ന് ലീഗ് ദേശീയ നേതൃത്വം ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിനെതിരെ ഒരക്ഷരം ഉരിയാടാത്തത് തനിക്ക് കാപട്യമാണെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. ബാബരി മസ്ജിദ് വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിച്ച ഇരട്ടത്താപ്പിന്റെയും വഞ്ചനയുടെയും ഇതേ നയമാണ് ദേശീയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചത്. ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഈ ദുരന്ത പരമ്പരയിൽ നിന്ന് കോൺഗ്രസോ മുസ്ലിം ലീഗോ പാഠമൊന്നും പഠിച്ചില്ല. രാമക്ഷേത്രം മുന്നിൽ വെച്ച് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന BJP അനായാസം ജയിച്ചു കയറുന്നതോടെ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ വ്യവസ്ഥ പൂർണ്ണമായും വിഭാടനം ചെയ്യപ്പെടുമ്പോൾ ഒന്ന് വിലപിക്കാൻ പോലും ഈ പാർട്ടികൾക്ക് അവസരമുണ്ടാകില്ലെന്ന് INL നേതൃയോഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് മതത്തിന് തീ കൊടുക്കരുത്, മതേതര ഇന്ത്യയെ കൊല്ലരുത് എന്ന മുദ്രാവാക്യമുയർത്തി വിവിധ രാഷ്ട്രീയ മത സാംസ്കാരിക നേതാക്കളെ പങ്കെടുപ്പിച്ച് സൗഹാർദ്ദ സംഗമം നടത്താൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 1 മുതൽ 15 വരെ മണ്ഡലം തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. 22-ലെ പരിപാടിയിൽ സമുന്നതരായ രാഷ്ട്രീയ സാംസ്കാരിക വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. സ്ത്രീകളും കുട്ടികളുമടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ മതേതര പ്രതിജ്ഞ പുതുക്കും. ജനുവരി 26-ന് ഭരണഘടനാ സംരക്ഷണ ദിനമായി കൊണ്ടാടാനും തീരുമാനിച്ചു. അതേസമയം അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന കാര്യം അവർ തീരുമാനിക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. കോൺഗ്രസ് നിലപാടിനെ പറ്റി അഭിപ്രായം പറയാനില്ല, അവർ സ്വതന്ത്രമായി തീരുമാനമെടുക്കട്ടെ. എല്ലാ പാർട്ടികളും തീരുമാനമെടുത്ത ശേഷം ആവശ്യമെങ്കിൽ പറയാമെന്നായിരുന്നു സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനം BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും യോഗം വിലയിരുത്തിയിരുന്നു. BJPയുടെ മുതലെടുപ്പ് തന്ത്രം ജനം തിരിച്ചറിയണമെന്നും യോഗത്തിന് ശേഷം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. BJP രാഷ്ട്രീയ നേട്ടത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും വ്യക്തമാക്കി. എല്ലാ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ നിലയിൽ മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണ്. എന്നാൽ BJP ഇതിനെ രാഷ്ട്രീയ അജണ്ടയാക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നും തങ്ങൾ പറഞ്ഞിരുന്നു.